പുഴയുടെ തീരത്തൊരു 3 ഏക്കർ നല്ല കവുങ്ങും തോട്ടാണ് കേട്ടോ. ഈ തോട്ടത്തിൽ വർഷത്തിലൊരു 10 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനമുണ്ട് കവുങ്ങിൻ്റെ കേട്ടോ. നല്ല തോട്ടാണ്. കണ്ടോ, മോട്ടറിൽ വെള്ളമൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല പണി നല്ല ഇത് ചെയ്യുന്ന തോട്ടാണ്. നല്ല വരുമാനമുള്ള തോട്ടാണ്. ഇതിൽ നാളികേരമുണ്ട്, കവുങ്ങുണ്ട്. ഇതിൻ്റെ ആ ഭാഗത്ത് പുഴയാണ്, ചീരക്കുഴി പുഴയാണ് കേട്ടോ. നല്ല കവുങ്ങും തോട്ടാണ്. ഇതിൽ 60 സെൻറ്റാണ് പറമ്പുള്ളത്, ബാക്കി ഫുള്ള് പള്ളിയിലാണ്. ഇത് ഫാം നടത്തേണ്ടവർക്കൊക്കെ പറ്റും. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യും. ഇതിൻ്റെ മേൽ സൈഡ് പുഴയാണ് ഞാൻ കാണിച്ചു തരാം. ഈ 3 ഏക്കർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു 1.5 ഏക്കർ വയലുണ്ട്. ആ സാധനം ഇതേമാതിരി തന്നെ കവുങ്ങും തെങ്ങും വെക്കാൻ പറ്റുന്നതാണ്. അത് ഇവരെ ഫാമിലിയിൽപ്പെട്ട വേറൊരാളാണ്. അത് 15 രൂപയാണ് ഇപ്പോൾ വില പറയുന്നത്. ഇത് കിട്ടിയാൽ അത് നമുക്ക് ചവിട്ടി വാങ്ങാം. കവുങ്ങ് ചെറുതുകളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നാളികേരമുണ്ട്, മര്യാദക്ക് നാളികേരം തെങ്ങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ജാതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. വളം കൊടുന്ന് കൂട്ടിക്കാണ്. കണ്ടോ, നല്ല മണ്ണുമ്മ പണിയെടുക്കുന്ന ആളുടെ കയ്യിലാണ് ഇതുള്ളത്. ഈ ഭാഗത്തൊക്കെ കവുങ്ങ് പച്ച പിടിച്ച് ചെറുതുകൾ വലുതായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ 3 ഏക്കർ തോട്ടം ഇതാണ്. ഈ 3 ഏക്കർ തോട്ടത്തിൻ്റെ തൊട്ടടുത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, ഇതൊരു 80 സെൻറ്റ് കവുങ്ങും തോട്ടാണ്. അപ്പോൾ ഈ 3 ഏക്കർ കൊടുക്കുമ്പോൾ തന്നെ ഈ 80 സെൻറ്റും കൂടി നമുക്ക് അവർ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ 380 380 കഴിഞ്ഞാൽ പിന്നെ തൊട്ട് കിടക്കണ വയലുണ്ട് പറഞ്ഞില്ലേ, 15 രൂപയാണ് ആ വയലിന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ വയൽ ഇതാണ്. ഇതാണ്ടോ, ഇതിൽ 1.5 ഏക്കറുണ്ട് ഈ കൊയ്ത് കിടക്കണ വയൽ. ബാക്കിലൊക്കെ ഉണ്ട് അത്. അപ്പോൾ 3 ഏക്കറയും ഈ 80ഉം പിന്നെ ഈ 1.5 ഏക്കറയും, അങ്ങനെ മൊത്തം 5 ഏക്കറുടെ മുകളിൽ സ്ഥലം നമുക്ക് വാങ്ങാം ഇവിടെ. അപ്പോൾ ഫുൾ റൗണ്ട് ഇതേമാതിരി കവുങ്ങ് വെച്ച പോലെ തന്നെ ഇതാ ഈ വയലിലും കവുങ്ങ് വെക്കാൻ പറ്റും. ഫുൾ റൗണ്ട് നമുക്ക് കമ്പി വേലിലേക്ക് കെട്ടി നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും. ഈ വയലിൻ്റെ തൊട്ട മേലേതാ വെച്ചിരിക്കണുണ്ടോ, ഇതൊക്കെ മറ്റേ വയലിൽ വെച്ച തന്നെയാണ്. ഇതേപോലെ നമുക്ക് ഈ വയലിലും വെക്കാം. അപ്പോൾ ഈ 1.5 ഏക്കർ അവർ പറയുന്നത് 15 രൂപയാണ്. ഈ 80 സെൻറ്റും കവുങ്ങ് വെച്ച ഈ 80 സെൻറ്റും നമ്മൾ ഈ 3 ഏക്കറയും. അപ്പോൾ 380 വില പറയുന്നത് 40 രൂപയാണ്. അത് ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ കമ്മിയാവും. മൊത്തം 5 ഏക്കറുടെ മുകളിൽ. പിന്നെ വയലിന് അത്ര കാശ് കൊടുക്കണ്ടല്ലോ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ മേലെ പുഴയാണുള്ളത്. അതാണ് ഞാൻ പറയണത്. ഇത് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വരുമാനമായിട്ട് നിർത്തും ചെയ്യാം. അതിനോടുകൂടെ വല്ല ഫാം അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. 10 ലക്ഷം രൂപയുടെ മുകളിൽ മാസം വരുമാനം 3 ഏക്കറയിൽ മാത്രമുണ്ട്. അപ്പോൾ ഇതും കൂടി കൂട്ടിയാൽ, ഇത് മൂപ്പര അനുജൻ്റെ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അനുജൻ്റെ ഈ 80 സെൻറ്റ് കൂടി കൂട്ടിയാൽ ഇതിലും അത്യാവശ്യം കവുങ്ങും കാര്യങ്ങളും ഉള്ളതാണ്. ഇതും കൂടി കൂട്ടിയാൽ വരുമാനം ഒന്നുകൂടി കൂടും. അപ്പോൾ ചെറിയൊരു മുതൽ മുടക്കിൽ നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാം. അതിന് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ഇതിൽ വീട് വെക്കാന്നൊക്കെ പറഞ്ഞാൽ 60 സെൻറ്റ് പറമ്പാണ്.
ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പുഴയാണിത്. അല്ല, ചീരക്കുഴി പുഴയാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് കണ്ടത് നല്ല തോട്ടാണ്. അതോ പുഴയുടെ അപ്പുറത്ത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇതാണ് നമ്മളത്. ഇതാണ് പറമ്പ്. 60 സെൻറ്റ് പറമ്പപ്പെട്ട സ്ഥലമാണ്. ഇതിൽ നിൽക്കുന്ന റബ്ബറാണ്. പിന്നെ ബാക്കി താഴത്ത് കിടക്കുന്നത് കണ്ടോ. ഈ പുഴയുടെ അക്കരെ കിടക്കുന്നത് ഫാം. അതായത് അതിൽ എല്ലാവിധ ബിസിനസ്സും ഉണ്ട് ഇത്ര. അതായത് പോത്ത്, അതേപോലെ താറാവ്, കോഴി, അങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ട്, സംഭവം ഉണ്ട് ഇത്ര. അപ്പോൾ അങ്ങനെ നല്ലൊരു പരിപാടി ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതും മാറ്റാം. ഇത് പുഴയുടെ തീരം തന്നെ എഴുതാണ്ടോ, പുഴയുടെ തീരാണ്. തേങ്ങ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഓണറാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അപ്പോ ഇവിടെ ഒരു ശല്യമില്ല, വെള്ളത്തിന്റെ ഒന്നും ഒരു പ്രശ്നമല്ല. അടിവെള്ളം മഴ സമയത്ത് അടിവെള്ളം പോലുള്ള പൈപ്പും കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ആണ്. നല്ല കാറ്റിട്ടോ. ഇപ്പത്തെ നമ്മളിവിടെ നിൽക്കുമ്പോ തന്നെ നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു ശല്യമില്ലാത്ത നല്ലൊരു ഏരിയ. ഇതില് മാക്സിമം കുറച്ച് റബ്ബറാണ് പറമ്പിലുള്ളത്. പറമ്പിലുള്ള റബ്ബറിലൊക്കെ മര്യാദ പാലാണ്. എത്ര റബ്ബർ ഉണ്ട് ഇതില്? 150 റബ്ബറാണ് ഈ 60 സെന്റ് പറമ്പിലുള്ളത് കേട്ടോ. ആ, തെങ്ങ് എത്ര ഉണ്ടാവും? 200-ൽ കൂടുതൽ 50 മറ്റേ തെങ്ങ് കായുള്ളതാണ്. പിന്നെ 1200 കവുങ്ങ് കായുള്ളത്. നല്ലൊരു വരുമാനമുള്ള സംഭവമാണ്. 300 തയ്യും കൂടി ഇടക്കാവും കൂടി ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു 300 തയ്യും കൂടി വെക്കാണ്ട് അതിലൊരു 50 റബ്ബർ ലേശ പാല് തുറവുണ്ടാണ്. അത് ഞാൻ ഇപ്പൊ കട്ട് ചെയ്താണ്. എന്നിട്ട് ചെറിയ തൈ ഇപ്പൊ എല്ലാം തെങ്ങ് വെച്ചു. ഇനിയിപ്പോ ഈ വിഷു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കവുങ്ങ് തൈ കംപ്ലീറ്റ് ഉള്ളൻ സൈസ് കയറ്റാനുള്ള പരിപാടി. ഇതില് 3 ഏക്കർ സ്ഥലമുള്ളത്. ഇനി ഇതിന്റെ തൊട്ടടുത്ത് ഇവരെ ജ്യേഷ്ഠന്റെ ഒരു സ്ഥലം 83 സെന്റ് ഉണ്ട് പറഞ്ഞേ. പിന്നെ ഒരു 1.5 ഏക്കർ വയലും ഉണ്ട് ഇതിൽ വേണമെങ്കിൽ. പിന്നെ 1 ഏക്കർ വേണമെങ്കിൽ വേറെ ഒരു ഇതുണ്ട്. അപ്പൊ മൊത്തം നമുക്ക് വേണമെങ്കിൽ 6 ഏക്കറോളം ഈ ബൗണ്ടറിയിലാക്കാം, 7 ഏക്കറോളം ആക്കാന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് 3 ഏക്കർ മാത്രം വേണ്ടെങ്കിൽ എങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പുഴയോരാണ് നല്ല. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ചീരക്കുഴി അണക്കെട്ടിക്ക് 2 കിലോമീറ്റർ ഉള്ളൂ എന്നാ പറയുന്നത്. കഴിഞ്ഞു കഴിഞ്ഞാലും മഴ പെയ്ത് വെള്ളം കൂടി തുറന്നു വിടുമ്പോഴേ ഈ പുഴയിലത്തെ വെള്ളം കുറയുള്ളൂ അല്ലേ. ഇതാണ് പുഴ. അതിന്റെ തീരത്തുള്ള സ്ഥലം ഇതാട്ടോ പുഴ കേട്ടോ. ഈ കിടക്കുന്ന സ്ഥലമാണ് ഇതിന്റെ പറമ്പ്. പുരയിടെന്ന് വന്ന സ്ഥലം. ഇതിൽ പുറമ്പോക്കൊന്നുമില്ല. അരികൂടെ ഒക്കെ തെങ്ങുണ്ട് അല്ലേ. അരികൂടെ ഒക്കെ തെങ്ങാണ് കണ്ടോ. നല്ല കായുള്ള തെങ്ങുകളാണ്. ഇതാണ്ടോ മോട്ടർ അതിന്ന് വെച്ചിരിക്കുകയാണ്. പുഴയോരം റോഡിലുള്ള കാര്യങ്ങളെല്ലാം ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതല്ലേ, ക്രമേണ അധികം താമസിയാതെ ഇത് ഓപ്പോസിറ്റിലുള്ള പറഞ്ഞ സംരംഭമാണ് കേട്ടോ. പെരുമ്പാവൂർ ടീം വാങ്ങിയിട്ട് എടുത്തിട്ട് അതിൽ അവര് ബിസിനസ് ഭയങ്കര ബിസിനസ്സാന്ന് പറയുന്നത്. പോത്തും കുട്ടികള്, അതേപോലെ എല്ലാ ജീവികളും, താറാവ്, പശു ഇതൊക്കെ മറ്റേ ബിസിനസ്സാണല്ലേ. അതേമാതിരി ഹിന്ദിക്കാരെ വെച്ച് അവർക്ക് താമസിക്കാനുള്ള വീടാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. അതെ അതെ അതെ. ഇത് കഴുങ്ങ് നല്ല അടിപൊളി കഴുങ്ങാട്ടോ. വെള്ളത്തിനോ നനയ്ക്കോ ഒന്നും ഞങ്ങൾ പുറകുവരുത്തായിരുന്നു. സാധനത്തിന് വില കൂടിയ കുറഞ്ഞോ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത്. ഈ വെള്ളപ്പം നമ്മള് മറ്റേ അടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നതല്ലേ? കനാല് വെള്ളം അടിച്ചു കൊടുക്കുന്നതാണ് അല്ലേ? ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ മോട്ടറും കൊണ്ട് ഒരു 5 മണിക്കൂർ 10 മണിക്കൂർ മൊത്തം ഈ കാനലിക്ക് ഇട്ട് കഴിഞ്ഞാൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മണിക്കൂറിനകത്ത് പിന്നെ 15 ദിവസത്തേക്ക് പിന്നെ വെള്ളം ഇറക്കേണ്ട ആവശ്യമില്ല. മാസത്തിൽ 2 അടി അല്ലേ? അതിങ്ങനെ നിങ്ങള് ചാലിങ്ങനെ തോണ്ടി കൊടുക്കും അല്ലേ? ഇത് അടിവെള്ളം പുഴയിലേക്കാണ് തുറന്നാണ് വിടാ അല്ലേ? ഇതിന്റെ അടിയിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഓ ശരി ശരി.
കണ്ടോ, അത് പറമ്പാണ്. ഇതിൽ വേണിച്ചാൽ നമുക്ക് വീട് വെക്കാനും ഇതിനൊക്കെ പറ്റും. കരഭൂമിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ താഴത്തുള്ളത് ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മളെ ഈ തോട്ടത്തിലേക്ക് വരുന്ന വഴി. വീടുകളൊക്കെ ഇതാ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണ് വന്നിട്ട് ഈ വഴി ഇങ്ങനെ വന്നിട്ട് നേരെ തോട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങുക ചെയ്യുക. തോട്ടത്തിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങനെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ തോട്ടം ഇതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൽ കേട്ടോ. ഞാൻ മേലെ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർ വിളിക്കും.